അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇന്ന് സാറ്റർഡേ ആണ് ഗൈസ്. അപ്പോൾ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്കിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എൻ്റെ ചെവി ഒക്കെ നീരടിച്ചു പോയി ഗൈസ്. നീരടിച്ചു, ഐ മീൻ നീർക്കെട്ടൊക്കെ വന്നു, ചെവിയുടെ അവിടെയൊക്കെ നീര് വന്നു, തലവേദനയാണ്. അപ്പോൾ നമുക്ക് എൽസിയുടെ കാര്യം കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു, ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്കുള്ള അപ്ഡേറ്റ് ആണ്. നമുക്ക് എൽസി മാത്രമല്ല നോക്കണം, നമ്മൾ റേഞ്ച് റോവർ വെല്ലാറ് ഓട്ടോബയോഗ്രഫി, റേഞ്ച് റോവറിൻ്റെ ഓട്ടോബയോഗ്രഫി നമ്മൾ നോക്കിയായിരുന്നു, ഇത് നോക്കുന്നുണ്ട് വെല്ലാറ്. അപ്പോൾ ഗൈസ് ഇന്ന് കുറേ ഫോട്ടോസ് അയച്ചു തന്നു. ഒന്ന് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി ഇല്ലേ, അത് 5 ലിറ്റർ സൂപ്പർ ചാർജഡ് എഞ്ചിനുള്ള വണ്ടിയാണ് ഗൈസ്. 2015 മോഡൽ വണ്ടിയാണ്. 2015 ഓർമ്മയില്ല, 2015 മോഡൽ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ നോക്കട്ടെ മിനിറ്റ്. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ അത് സൂപ്പർ ചാർജഡ് എഞ്ചിനാണ്. അപ്പോൾ അതിന് വിചാരിച്ചു ഓക്കെ നോക്കാം. ഇതാണ് ഗൈസ്, ഒരു ഗ്രീൻ ഷെയ്ഡുള്ളതാണ്. ഇത് മറ്റേ ഡീലർ അയച്ചു തന്നതാണ്, ഇവിടുത്തെ കേരളത്തിലത്തെ ഡീലർ എനിക്ക് അയച്ചു തന്നതാണ്. കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. ഇത്ര ഉള്ളു ഗൈസ്. പിന്നെ അടുത്ത വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പോർട്സ് ഓട്ടോബയോഗ്രഫി കണ്ടോ ഗൈസ്? കണ്ടോ റേഞ്ച് റോവറിൻ്റെ സ്പോർട്സ് ഓട്ടോബയോഗ്രഫി കാണാനുണ്ടാവും. മറ്റേ ഇതാണ് 5 ലിറ്റർ സൂപ്പർ ചാർജഡ് എഞ്ചിനാണ്, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഒരു മിനിറ്റ്, അടുത്ത അടുത്ത കാർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെക്സസിൻ്റെ ആണ് തോന്നുന്നു. അതോ മറ്റേ LC 2019 മോഡൽ LC വന്നു ഗൈസ്, അതും കാണിച്ചു തരാം. അപ്പോൾ അടുത്ത് നമ്മുടെ ലെക്സസ് ആണ് ഗൈസ്, LXS L450D. അപ്പോൾ ഇതാണ് നമ്മുടെ ലെക്സസ്. അടിപൊളിയല്ലേ ഗൈസ്? ഏകരുണ്ട്, അലോയൊക്കെ അടിപൊളിയാണ്. പിന്നെ ടൊയോട്ടയുടെ ആയതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല ഗൈസ്. ടൊയോട്ടയുടെ പ്രീമിയം മോഡലാണ് ലെക്സസ് വരെ. പ്രീമിയം പറഞ്ഞാൽ മീൻസ് ഇപ്പോൾ നമ്മുടെ BMW റോൾസ് റോയ്സ് പോലെ ടൊയോട്ടയുടെ ലെക്സസ് ആണ്. സൂപ്പറൊക്കെ വരുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ അത് സൂപ്പർ ഫാസ്റ്റ് കാറായി, മീൻസ് സ്പോർട്സ് കാർ പോലെ. ഇപ്പോൾ BMW റോൾസ് റോയ്സ് പോലെ ലെക്സസ് ആണ് ടൊയോട്ടയുടെ. അങ്ങനെ തോന്നുന്നു ലെക്സസ് ആണ് ഓൺ ചെയ്തെണ്ണോ തോന്നുന്നു ഗൈസ്, അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ ഗൈസ്. അപ്പോൾ ഞാൻ ഫോട്ടോസ് ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. ലെക്സസിൻ്റെ ടെയിൽ ലാമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കണ്ടോ ഈ ബോഡിയൊക്കെ സെറ്റ്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്ത ഈ ബാഡ്ജിങ് ആണ്, അത് കളയണം. മേടിച്ചതിൻ്റെ ശേഷം നമുക്ക് കളയാം ഗൈസ്. അപ്പോൾ വീട്ടുകാരുടെ നിന്ന് ചെറിയ പ്രഷറൊക്കെ വരുന്നുണ്ട്, പുതിയ കാർ എന്തായെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ നോക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ ഒന്നാമത് ബഡ്ജറ്റ് കുറവാണ്, അതാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് നോക്കുന്നത്. ഇത് നമ്മൾ ഫ്രഷ് സാധനം നമ്മൾ പോയി ചെക്ക് ചെയ്തിട്ട് മേടിച്ചുകൊണ്ടിരുന്നു ഗൈസ്. അപ്പോൾ ബഡ്ജറ്റ് കുറവായ കാരണം നമ്മൾ സെക്കൻഡ് ഹാൻഡൊക്കെ നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് റേഞ്ച് റോവർ വെലാർ മറ്റേ ഡൈനാമിക് ഉണ്ടല്ലോ, അത് മറ്റേ D180 180 ആണ് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഡീസൽ എഞ്ചിനുള്ള വണ്ടിയാണ് ഗൈസ്. 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് തോന്നുന്നു. ആള് പറഞ്ഞതാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും പറയും ഗൈസ് കമൻറ്റ് ഉണ്ടല്ലോ. ഇതുണ്ടോ, ഇതും അടിപൊളി വണ്ടിയാണ്, എനിക്കിഷ്ടമായി. റേഞ്ച് റോവർ മറ്റേ വെലാറായ കൊണ്ട് നോക്കണമെന്നേ ഉള്ളൂ. 2019 മോഡലാണെന്നാണ്. പിന്നെ എനിക്ക് 16 മോഡലിൽ അയച്ചു തന്നു. അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അറിയില്ല, നമ്മൾ D180 അതാണ് ഗൈസ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് D180. ഇവിടെ ബാഡ്ജിങ് ഉണ്ട് ഗൈസ്, D180. അപ്പോൾ ഫ്ലിക്കറിങ് ഉണ്ടോ ഈ ഡിസ്പ്ലേക്ക്? വീഡിയോ എടുക്കുമ്പോൾ ഫ്ലിക്കറിങ് ചെറുതായിട്ട് വരുന്നുണ്ടോ സംശയമുണ്ട് എനിക്ക്. അപ്പോൾ ഇത് ടെയിൽ ലാമ്പ് ഇതിൻ്റെയും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലെക്സസിൻ്റെ അത്ര ഇല്ല. ലെക്സസും ലാൻഡ് ക്രൂയിസറിൻ്റെയും LCയുടെയും അടിപൊളി ടെയിൽ ലാമ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ആണോ D180. അപ്പോൾ ഇത്രയൊക്കെ ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നു. പിന്നെ ഒരു ടൊയോട്ട LC 2019 17 18 റേഞ്ചുള്ള ഒരു ഫോട്ടോ കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ LC ഗൈസ്, ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ, അതായത് ടൊയോട്ടയുടെ LC ലാൻഡ് ക്രൂയിസർ V8 എഞ്ചിനുള്ളത്. 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണെന്ന് എൻ്റെ ഓർമ്മ, ആള് പറഞ്ഞത്. അപ്പോൾ ഇതാണ് വണ്ടി, കുഴപ്പമൊന്നുമില്ലാത്ത ഇൻറ്റീരിയറാണ് ഗൈസ്. പക്ഷേ ഒരു സെക്കൻഡ് ഡീലർഷിപ്പ് എടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ഫോട്ടോമിൻ്റെ ഒക്കെ അടിപൊളിയാണ്. AC വെൻ്റിനും കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. അതിനിപ്പോൾ അവിടെ പോയാൽ അറിയാം ഗൈസ്. ഇങ്ങനെ ഫോട്ടോസ് നമുക്ക് അയച്ചാറുണ്ട്, എങ്ങനെയുണ്ട് എന്തുണ്ടോ ഒന്നും അറിയില്ല. ഇപ്പോൾ ഉണ്ടോ ഹാൻഡ് റെസ്റ്റൊക്കെ ഉണ്ട്, ഹെഡ് റെസ്റ്റും ഹാൻഡ് റെസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ബാക്കിൽ ചൈൽഡ് സീറ്റും ഉണ്ട് ഗൈസ്. ചൈൽഡ് സീറ്റ് ചെറിയ ആൾക്കാർക്ക്, വലിയ ആൾക്കാർക്ക് കഷ്ടി ഇരിക്കാൻ തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല ഗൈസ്. LCയുടെ എനിക്ക് 2020 ശേഷമുള്ള LC ഭയങ്കര ഇഷ്ടമാണ്. 2021 22 മോഡൽ LC ഉണ്ടല്ലോ, അത് സെറ്റാണ്. അതിൻ്റെ ഹെഡ്ലൈറ്റ് കാണാൻ രസം. ഇത് വലിയ താല്പര്യമില്ല. പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും
പിന്നെ V8 എഞ്ചിൻ നിങ്ങൾക്ക് അവിടെ V8ൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. അതായതുകൊണ്ട് മാത്രമാണ് ഗൈസ്. VX ആകുമ്പോൾ എനിക്കത് മിഡിൽ ഓപ്ഷൻ ആണോ ഫുൾ ഓപ്ഷൻ അല്ല തോന്നുന്നു, മിഡിൽ ഓപ്ഷൻ ആണോ സംശയമുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല ഗൈസ്, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്ക് നമ്മൾ എടുക്കും ഗൈസ്. 2018 മോഡലാണിത്. ഫേസ് ലിഫ്റ്റ് അല്ലാന്ന് വിചാരിക്കുന്നു, 2018 എന്നാണ് പറഞ്ഞത് ആള്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് മൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ ഒരു അടിപൊളി ഡെയിലി വ്ളോഗ് ഉണ്ട് ഗൈസ്, അത് കണ്ടിട്ട് വരും. അപ്പോൾ ഇതാണ് ഞാൻ അപ്ഡേറ്റ് പറയുന്നത്, LCയുടെ അപ്ഡേറ്റ്. നമുക്ക് LC റേഞ്ച് റോവറൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. അതാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് കാണുന്നത് ഗൈസ്. സോറി, തമ്മിൽ ഫോട്ടോ ആണ് സ്റ്റാറ്റസ് കാണുന്നത്. പിന്നെ നമ്മുടെ ഇടയ്ക്ക് ഒരു വണ്ടി വന്നിരുന്നു, ഏതറിയോ, നമ്മുടെ ഇത് മസ്താങ് മറ്റേ ഷെൽബി എഡിഷൻ. ഇന്ത്യയിൽ 1, 2, 3 കഷ്ടി 4 ഉള്ളൂ ഷെൽബി എഡിഷൻ. 50th ആനിവേഴ്സറിയുടെ വണ്ടി ഷെൽബി, മസ്താങ് ഷെൽബി, അത് വന്നിരുന്നു ഗൈസ്. അതിൻ്റെ ഫോട്ടോ ഞാൻ തമ്മിൽ ഇട്ടിരുന്നു, എത്ര ആൾക്കാർ കണ്ടു അറിയില്ല. ഇത്ര ഉള്ളു ഗൈസ്. നമുക്കൊന്ന് നാളെ കാണാം. നാളെ അടിപൊളി ഡെയിലി വ്ളോഗ് ഉണ്ട്, കാണാം ഗൈസ്. അപ്പോൾ ബൈ ബൈ.